പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിച്ച് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ കരസേനയുടെ ആക്രമണം. രാത്രി 1:44 ഇന്ത്യൻ മിസൈലുകൾ പാകിസ്ഥാനിലെ 9 പാക് ഭീകര കേന്ദ്രങ്ങളിലേക്ക് പതിച്ചത്. 8 ഭീകരരെ വധിച്ചുവെന്ന് ഇന്ത്യൻ സേന അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ വാർത്താ സമ്മേളനം രാവിലെ 10 മണിക്ക് ആരംഭിക്കും. വിഷ്ണു തലവൂർ തുടരുകയാണ്. വിഷ്ണു, പാകിസ്ഥാൻ പറയുന്നത് അവരുടെ സിവിലിയൻ കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചു, അവരുടെ സാധാരണ ജനങ്ങളെ ഇന്ത്യ ആക്രമിച്ചു, അതിന് തക്കതായ മറുപടി പാകിസ്ഥാൻ നൽകും എന്നുള്ള ഒരു അഴകുഴമ്പൻ മറുപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് ആക്രമിച്ചത്. അത് ലഷ്കർ ഇ തോയ്ബയുടെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും പരിശീലന കേന്ദ്രങ്ങളിലാണ്. ആ പരിശീലന കേന്ദ്രങ്ങൾ ഇന്നതാണ് എന്ന് അക്കമിട്ട് നിരത്തിയാണ് ഇന്ത്യൻ സേന ഈ ആക്രമണത്തിന് കൃത്യമായ മറുപടി നൽകുന്നത്. വിഷ്ണു. ഷമി, തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഇത്ര വലിയ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും അത് മറച്ചുവെക്കാനുള്ള പല നീക്കങ്ങളും ഉണ്ടാകുന്നത്. അതായത് ഞാൻ തുടക്കത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല വ്യാജ വാർത്തകളും പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ വലിയ പ്രത്യാക്രമണം നടത്തി എന്നതുൾപ്പെടെയുള്ള വ്യാജ വാർത്തകളാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഇന്ത്യ കൃത്യമായി തന്നെ പറയുന്നുണ്ട് പാകിസ്ഥാനിൽ ഏതൊക്കെ മേഖലകളിലാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നൊരു കാര്യം ഇന്ത്യ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് ഭീകരവാദ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇന്ത്യ ഒരു ആക്രമണം തിരിച്ചടി നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് സൈനിക കേന്ദ്രങ്ങളിലോ സിവിലിയൻ മേഖലകൾ, അതായത് ജനവാസ മേഖലകളിലോ ഒരു തരത്തിലുള്ള ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറിച്ച് ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ താവളങ്ങളിൽ മാത്രമാണ്, അത്തരത്തിൽ 9 കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇന്ത്യ വ്യക്തമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഈ കാര്യം മറ്റ് ലോക രാഷ്ട്രങ്ങളോടും ഇന്ത്യ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അമേരിക്ക, റഷ്യ, US, സൗദി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളോട് ഇന്ത്യ ഇക്കാര്യം വ്യക്തമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ഭീകരവാദത്തെ വളർത്തുന്ന രാഷ്ട്രമാണ് എന്ന് ഈ രാജ്യങ്ങൾക്ക് മുന്നിൽ, ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒന്നുകൂടി തുറന്നു കാട്ടുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വലിയ തിരിച്ചടി നൽകുന്നതിന് പുറമെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇപ്പോഴും ഭീകരവാദത്തെ വളർത്തുകയാണ്, ഇവർക്ക് പരിശീലന കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പാകിസ്ഥാനാണ് എന്നത് കൂടുതൽ അടിവരയിട്ട് തെളിയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതുകൂടി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ പ്രതിരോധത്തിനുള്ള ശ്രമങ്ങൾ ഉയർന്നു വരുന്നത്. അതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും പ്രതികരണമുണ്ടായത്. ഇന്ത്യയുടെ ഭാഗത്തുനിന്നും സിവിലിയൻ കേന്ദ്രങ്ങളിലടക്കം ഇത്തരത്തിൽ ആക്രമണമുണ്ടായി. അതിന് വലിയ തിരിച്ചടി നൽകുമെന്നൊക്കെ വിഷ്ണു, ഞാനിപ്പോ ഈ വാഷിംഗ്ടൺ പോസ്റ്റിലെ ഒരു വാർത്ത കാണുകയായിരുന്നു. അഹമ്മദ് ഷെരീഫ് ചൗധരി, പാകിസ്ഥാന്റെ ചീഫ് മിലിറ്ററി സ്പോക്സ് പേഴ്സൺ ആണ്. അദ്ദേഹം പറയുകയാണ് the 2 Indian aircraft had been shot down by Pakistan എന്നാണ് പറയുന്നത്. സൂൺ ആഫ്റ്റർ ആസിഫ് ടോൾഡ് ജിയോ ന്യൂസ് ദാറ്റ് 5 Indian warplanes have been downed including French made Rafales എന്ന് പറയുന്നുണ്ട്. പാകിസ്ഥാൻ വലിയ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെയാണ് അവർ CNN നൽകുന്ന വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഷമി, അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ തികച്ചും അടിസ്ഥാനരഹിതമാണ്, വ്യാജമാണ് എന്നത് ഇതിനോടൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ പാകിസ്ഥാനിലേക്ക് ഈ ഒരു തിരിച്ചടിക്ക് പോയ എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട് എന്നതിന്റെ അടക്കം വ്യക്തമായ കാര്യങ്ങൾ, റിപ്പോർട്ടുകൾ ഇന്ത്യ ഇതിനോടൊപ്പം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ
സൈനിക വിമാനം, യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്നതടക്കമുള്ള പാകിസ്ഥാന്റെ അവകാശവാദം അത് തികച്ചും വ്യാജമാണ്. ആ ചിത്രങ്ങളടക്കം വ്യാജമാണ് എന്നത് ഇതിനോടൊപ്പം തന്നെ വ്യക്തമായതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത്രത്തോളം വലിയ തിരിച്ചടി കിട്ടിയ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തലത്തിലൊരു പ്രതിരോധം പാകിസ്ഥാൻ തിരിച്ചടിച്ചു പ്രത്യാക്രമണം നടത്തിയെന്ന് വരുത്തി തീർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളിലൂടെ ഇത്തരം പ്രചരണങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. പക്ഷെ അതൊക്കെ തന്നെ വ്യാജമാണ് എന്ന് സ്ഥാപിക്കാൻ, തുറന്നു കാട്ടാൻ ഇന്ത്യക്ക് കഴിയുന്നുമുണ്ട് എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം പാകിസ്ഥാൻ തിരിച്ചടി നൽകുമെന്ന ഒരു പ്രഖ്യാപനം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങൾ ഇപ്പോൾ അടച്ച ഒരു സാഹചര്യമുണ്ട്. ഇതിനു പുറമെ പഞ്ചാബിലെ പാക് അധിനിവേശ പഞ്ചാബിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില നടപടികൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം പല നിയന്ത്രണ മേഖലകളിലും, അതായത് അതിർത്തി മേഖലകളിൽ രാവിലെ മുതൽ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. പീരങ്കി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം അവിടെ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതിനൊക്കെ കനത്ത തിരിച്ചടി നൽകുന്നു എന്നതാണ് ഇന്ത്യൻ സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഉറി ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് രാവിലെ മുതൽ കനത്ത വെടിവയ്പ് നടക്കുന്നത്. അവിടെയൊക്കെ വലിയ തിരിച്ചടി നൽകുന്നുണ്ട് എന്ന് ഇന്ത്യൻ സൈന്യം തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്നാലും പാകിസ്ഥാനെ സംബന്ധിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. പാകിസ്ഥാനിലെ ഈ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിലൊക്കെ ഇന്ത്യ വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നു. അത് ആയാലും ആയാലും ഒക്കെ കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ഇത്തരത്തിൽ തിരിച്ചടി നൽകുന്നത്. അതാണ് പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം എന്ന് കൂടി പറയുന്നത്. അതോടൊപ്പം ഇന്ത്യ ഈ പ്രതിരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അതിർത്തി മേഖലകളിൽ എയർ ഡിഫൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. 5 വിമാനത്താവളങ്ങൾ ഇന്ത്യ അടച്ചിട്ടുണ്ട്. ശ്രീനഗറിലെ ജമ്മു, അമൃത്സർ, ധർമ്മശാല ഉൾപ്പെടെയുള്ള മേഖലകളിലെ ആ വിമാനത്താവളങ്ങളാണ് ഇന്ത്യ അടച്ചിരിക്കുന്നത്. ശ്രീനഗർ വിമാനത്താവളത്തിൽ സൈനിക ഓപ്പറേഷൻസ് മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക എന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് രാജ്യവ്യാപകമായിട്ടുള്ള മോക്ക് ഡ്രിൽ ഇന്ത്യ നടത്തുന്നുണ്ട്, സൈനിക വിഭാഗങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ രാജസ്ഥാനിൽ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ത്യ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഷമി.